ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയും വേണം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു കുട്ടി ട്രിപ്പ് പോവാണ്. ആക്ച്വലി ട്രിപ്പെന്ന് പറയാനൊന്നുമില്ല, നമ്മൾ തൊടുപുഴയിലേക്ക് പോവാണ് ആലപ്പുഴയിൽ നിന്ന്. അപ്പം രാവിലത്തെ കുറച്ച് മെസ്സി ആയിട്ടുള്ള സീൻസാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഞാൻ അതിന് മുന്നത്തെ ദിവസം തന്നെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ രാവിലെയായിട്ടും പാക്കിങ് കഴിഞ്ഞില്ല, അപ്പോൾ എല്ലാം ഫുൾ അലമ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു സമയമായി. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയി ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് 2 അവേഴ്സിൽ മുകളിലെടുക്കും തൊടുപുഴ വരെ എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ തൊടുപുഴയിൽ വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ട്, ഒരു വെഡ്ഡിംഗ് ഉണ്ട്, ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തൊടുപുഴയിലോട്ട് പോകുന്നത്. അപ്പോൾ വാവയ്ക്ക് നമ്മൾ പുതിയ കാർ സീറ്റൊക്കെ മേടിച്ച് വാവേനെ അതിൽ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ കുറച്ച് നോക്കി ഓക്കെ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ക്യാമറ നോക്കി ആദ്യം ആക്ച്വലി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഓഡിയോയ്ക്കകത്ത് കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വന്ന കാരണം പിന്നെ എനിക്ക് ആ ഓഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാനും അതുപോലെ തന്നെ അവർ മടിയിൽ വെച്ച് ട്രാവൽ ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ അവർക്ക് കാർ സീറ്റ് വാങ്ങിച്ച് എല്ലാവരും സേഫായിട്ട് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങി. എനിക്ക് ആലപ്പുഴയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാൽദീവ്സൊക്കെ പോയ പോലെയാണ് അവിടുത്തെ മണൽ കണ്ടിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ആ ഒരു ഏരിയ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഫുള്ള് വെള്ള, നല്ല പഞ്ചസാര മണലെന്നാണ് അവന് പറയുന്നത്. നല്ല പഞ്ചസാര മണൽ പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ നല്ല നിരന്ന ഭൂപ്രദേശമുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ. എല്ലാം നല്ല നിരന്ന റോഡ്സ്. നമ്മൾ തൊടുപുഴയിലോട്ട് വരുമ്പോഴത്തേക്കും ഫുള്ള് കയറ്റം, ഇറക്കം, വളവ്, തിരിവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ആലപ്പുഴയിലെല്ലാം നല്ല നിരന്ന ഏരിയയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വന്ന് തണ്ണീർമുക്കം ബണ്ടെത്തി. തണ്ണീർമുക്കം ബണ്ട് ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വരുന്നതിന് മുന്നേ ആകെ ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടും കേട്ടിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഹൗസ് ബോട്ടൊക്കെ തിരിച്ച് കയറുന്ന ആ ഒരു സമയം ഒരു 4 ആകുമ്പോഴത്തേക്കും അവന്മാർ റിട്ടേൺ കയറുമല്ലോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ബണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബണ്ട് കാണുമ്പോൾ ശരിക്കും നമ്മൾക്ക് വേനൽക്കാലത്തൊക്കെ കാണുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ മഴയത്തൊക്കെ നമ്മളങ്ങ് വരുമ്പോഴത്തേക്കേ ഈ ബണ്ട് കാണുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. അതായത് ഒരുപാട് വെള്ളം പോലെ, ഒരു ഭയങ്കര ഇരുണ്ട് കിടക്കുന്ന പോലെ, ഒത്തിരി വെള്ളം പോലെ. ബിക്കോസ് 2 സൈഡിലും നല്ല വെള്ളമാണല്ലോ. ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഞാനിതിനകത്ത് കാണിക്കുന്നുള്ളൂ. മറ്റേ സൈഡിൽ അതിൻ്റെ ഷട്ടറോ അങ്ങനെ എന്തോ സാധനം ഉള്ളത് കാരണം എനിക്ക് മറ്റേ സൈഡ് ഷൂട്ട് ചെയ്താൽ അവിടെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ ഇതിനേക്കാളും വെള്ളമാണ് മറ്റേ സൈഡിൽ. അപ്പം നമ്മുടെ ലോകത്തിൻ്റെ 2/3 ഫുള്ള് വെള്ളമാണ്. അപ്പം ഈ വെള്ളം തന്നെ കാണുമ്പോൾ ഇത്രയും വെള്ളമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഓൾ വേൾഡിൽ ആക്ച്വലി എന്തോരം വെള്ളമാണുള്ളതെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇത് ബണ്ട് നമ്മൾ ആ കടന്നങ്ങ് എത്തുന്ന സ്ഥലമാകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം കഴിക്കാനും അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള കൊച്ചു ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. 2 സൈഡിലും അതുണ്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതുവഴി പോകുമ്പോൾ അവിടെയൊക്കെ നിർത്താറുണ്ട്. പക്ഷെ നമ്മൾ വാവയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത്ര വെയിലുള്ള സമയങ്ങളിലൊന്നും അവിടെ ഇറങ്ങി നിൽക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പം നമ്മൾ അവിടെയൊന്നും നിർത്താതെ നമ്മൾ വീണ്ടും ഇങ്ങനെ നേരെ പോവുകയാണ്. ഇത് എത്രയോ കുറേ കിലോമീറ്റർ പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ ബണ്ട്. അതെനിക്ക് എക്സാക്ട്ലി അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. തണ്ണീർമുക്കം ബണ്ട് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബണ്ട്, ഇതിങ്ങനെ ക്രോസ് ചെയ്യാൻ നല്ല രസം. അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ അത്ര സെറ്റായിട്ട് കാണുന്നില്ല, പക്ഷെ അങ്ങ് ദൂരെയൊക്കെ നിറച്ച് പൊട്ട് പോലെ നമുക്ക് ഹൗസ് ബോട്ടുകൾ കാണാൻ പറ്റും. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റാണ് അതിങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ബണ്ടിൻ്റെ നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ എത്താൻ പോകുന്ന ഏരിയയുടെ സൈഡൊക്കെയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്ക ഇറച്ചി അല്ലെങ്കിൽ ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 1-2 വട്ടമൊക്കെ പോയപ്പോൾ നമ്മൾ ഐസൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ തൊടുപുഴയിലേക്ക് നമ്മൾ കക്ക, ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഐസിട്ട് തന്നെ മേടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഡിക്കി നാറും. അത്രയും കാര്യമാണുള്ളൂ. അപ്പം അവിടെയൊക്കെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വർക്കിംഗ് ഡേയ്സ് അല്ലാതെ നമുക്ക് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ ഒരു മെയിനായിട്ടുള്ള സ്പോട്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയി തണ്ണീർമുക്കം ബണ്ട് കഴിഞ്ഞിട്ട് കയറുന്ന സ്ഥലം അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ ഇങ്ങനെ 2 സൈഡിലുമായിട്ട് ഒരുപാട് കൊച്ചു കടകളുണ്ട്. ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതിനകത്ത് ഒത്തിരി കടകൾ എന്ന് വെച്ചാൽ ചെറിയ ഷോപ്സ്. അത് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കോവിഡ് വന്നതിന് ശേഷം അത് നിന്നുപോയി. പക്ഷേ അവിടെ അല്ലാത്തപ്പം നമ്മൾ പോകുമ്പം കുറച്ച് കടകളുണ്ട്.
അതുകൊണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ താറാവ് മുട്ട അതുപോലെ ഉണക്ക ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു കടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ചായക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കടി പഴംപൊരിയല്ല പരിപ്പോടയായിരുന്നു. വീഡിയോ എടുക്കുന്ന ആ ഒരു ധൃതിയിൽ ഈ ഒരു പരിപ്പോട എൻ്റെ കയ്യിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് താഴെ വീണു. പരിപ്പോട പോയ സങ്കടത്തിൽ ഞാനവിടെ കുറച്ച് നേരം നിന്ന്. പിന്നെ ചേട്ടൻ ഒരു പാവമായതുകൊണ്ട് എനിക്ക് വേറൊരു പരിപ്പോട വാങ്ങിച്ചു തന്നു. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ കടയുടെ ആ ഏരിയയൊക്കെയാണ്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടമുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ വാവ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാവേനെ അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്തില്ല, വെളിയിലോട്ടും ഇറക്കില്ല. അവിടെ താറാവ് കൊടുക്കപ്പെടുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ എണീച്ചു. അപ്പോൾ ഞാൻ പിന്നെ വണ്ടിക്കകത്ത് കയറിയിരുന്നിട്ടാണ് ചായ കുടിച്ചത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ചായയായിരുന്നു. ബട്ട് ദെൻ ഒരു ഓക്കെ ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ കല്ലട ഏത് ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റോഡ് നമ്മൾ ഡെയിലി പോകുന്ന റോഡല്ലാതെ വേറൊരു നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് വിട്ടു. അപ്പം അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതിന് രണ്ട് സൈഡിലും ഇങ്ങനെ നിറച്ച് പാടവും കാര്യങ്ങളും ഒക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ സൗണ്ട് കേൾക്കാം. ഇപ്പോൾ സോറി, വാവ ഇവിടെ കളിക്കുന്ന ടൈമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാവ അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലം എത്തി. ഇത് ഏത് സ്ഥലം എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഇത് പേരൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് വഴി അറിയാം. പക്ഷേ എനിക്ക് എക്സാക്ട്ലി ഇങ്ങനെ ഇന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഏതാണെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ഒരു സമയത്ത് പോകാൻ വേണ്ടിയിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ കല്ലട എങ്ങാണ്ടോ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വിട്ടുന്നത്. അപ്പോൾ ഈ സ്ഥലം ഭയങ്കര ഭംഗിയാണ്. ഈ അപ്പുറത്തെ സൈഡിലായിട്ട് നിങ്ങൾ ഈ റെഡ് പോലെ കാണുന്നത് ഫുൾ താമരയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ താമര. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് മറ്റേ താമരയുടെ ഇതിനകത്ത് കൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും കൂടെ കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏതോ ഒരു സ്ഥലം വരേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക്